വികസന മുരടിപ്പ് എന്ന് മാത്രമല്ല, വികസനത്തിന്റെ അനന്തമായ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നെടുമങ്ങാട് എന്ന് പറയുന്നത്. ഇപ്പൊ പലരും പറയും എന്താണ്, ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാത്തതാണ്. പക്ഷെ നെടുമങ്ങാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ പ്രദേശങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എത്രയോ സാധ്യതകൾ അവിടെ ഉണ്ടെന്ന്. അത് മാത്രമല്ല, ഇപ്പൊ വെള്ളാണിക്കൽ പാറ പോലെയുള്ള വളരെ സാധ്യതയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 5 വർഷക്കാലം ഇദ്ദേഹം മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒന്നും തന്നെ അതിനു വേണ്ടിയിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും ഉണ്ടായിട്ടില്ല. ഈ 5ാം വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന് 3-4 ദിവസം മുമ്പ് വീഡിയോ ഉണ്ടാക്കി ഇറക്കിയത് ഇതിന് ഇങ്ങനെ വികസിപ്പിക്കാം. 5 വർഷം അദ്ദേഹത്തിന് ടെക്നോളജി അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. നെടുമങ്ങാട് സ്ഥാനാർത്ഥി യുവരാജ് ഗോകുൽ ആ സ്ഥാനാർത്ഥി പ്രചരണമെല്ലാം തുടങ്ങിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നു. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്, ദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലെ വിശേഷങ്ങളൊക്കെ. നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്ന പ്രചരണം കൊഴുക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഔദ്യോഗികമായിട്ട് ഇന്ന് പ്രചരണം ആരംഭിക്കുകയാണ്. പിന്നെ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടേക്ക് ചെല്ലുന്നു എന്നൊരു ഇതില്ല. കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പെട്ടെന്നൊരു സമ്പർക്കം ആദ്യമായിട്ട് തുടങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല. പക്ഷേ എന്നാൽ ഔദ്യോഗികമായി ആരംഭിക്കണം. അപ്പോൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ഇന്നാണ്. അപ്പോൾ ശ്രീപത്മനാഭനെ തൊഴുതുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പത്മനാഭന്റെ അടുത്ത് ആരംഭിക്കാമെന്ന് കരുതിയാണ്. യുവരാജ് പറഞ്ഞതുപോലെ തന്നെ മണ്ഡലത്തിൽ സജീവമാണ്, പല വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട് മണ്ഡലത്തിൽ. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലടക്കം ഉണ്ടായ സുരക്ഷാ വീഴ്ചയടക്കം ഉണ്ടായ സമയത്തല്ല, ആ സമയത്തെല്ലാം യുവരാജിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മണ്ഡലത്തിൽ സജീവം തന്നെയാണ്. മറ്റൊരു അങ്ങനെ ഒരു വേറൊരിടത്തുനിന്ന് വന്നതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ? 100% എന്ന് പറഞ്ഞാൽ തെറ്റായി പോകും. 200% വിജയപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. കാരണം മണ്ഡലത്തിന്റെ ഒരു പൾസ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എവിടെയാണ് നമുക്ക് പിറകെ പോകാൻ സാധ്യതയുള്ളതിന്, എവിടെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അത് മാത്രമല്ല, നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ MLA മന്ത്രി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഒരു മന്ത്രിയെ ലഭിക്കുമ്പോൾ ഒരു മണ്ഡലത്തിന് ഉണ്ടാകേണ്ടുന്ന വികസന സാധ്യതകളുണ്ട്. ആ വികസനങ്ങൾ അത്തരത്തിലൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം റോഡിലെ കുഴിയടച്ചത് വരെ മഹാസംഭവമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ജില്ലാ ആശുപത്രിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുഞ്ഞ് മരിക്കുന്ന സംഭവം ഉണ്ടായി. അതിന് മുമ്പ് ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. ഈ സമയത്ത് ഒരിടത്തും MLA അവിടെ കണ്ടിട്ടില്ല, ഒരാളും കണ്ടിട്ടില്ല. അപ്പോൾ ജനങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒളിച്ചോടുകയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു ഒളിച്ചോടുന്ന MLA, മന്ത്രി കൂടിയായിട്ടുള്ള ഒരു MLA, അപ്പോൾ ആ MLA സംബന്ധിച്ചിട്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്. പ്രധാനമായിട്ടും ഈ വിഷയങ്ങൾ തന്നെ വികസന മുരടിപ്പ് തന്നെയായിരിക്കുമല്ലേ ഉയർത്തി കാണിക്കുന്നത്? വികസന മുരടിപ്പ് എന്ന് മാത്രമല്ല, വികസനത്തിന്റെ അനന്തമായ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നെടുമങ്ങാട് എന്ന് പറയുന്നത്. ഇപ്പൊ പലരും പറയും എന്താണ്, ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാത്തതാണ്. പക്ഷെ നെടുമങ്ങാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ പ്രദേശങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എത്രയോ സാധ്യതകൾ അവിടെ ഉണ്ടെന്ന്. അത് മാത്രമല്ല, ഇപ്പൊ വെള്ളാണിക്കൽ പാറ പോലെയുള്ള വളരെ സാധ്യതയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 5 വർഷക്കാലം ഇദ്ദേഹം മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒന്നും തന്നെ അതിനു വേണ്ടിയിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും ഉണ്ടായിട്ടില്ല. 10 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ MLA ആയിരുന്ന പാലോട് രവി ഒരു 10-50 ലക്ഷം രൂപയൊക്കെ മുടക്കി അവിടെ ചെറിയ ഒരു മേക്ക് ഓവർ ചെയ്തു വെച്ചതിനപ്പുറത്തേക്ക് അവിടെ പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായി. ഈ 5ാം വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന് 3-4 ദിവസം മുമ്പ് വീഡിയോ ഉണ്ടാക്കി ഇറക്കിയത് ഇതിന് ഇങ്ങനെ വികസിപ്പിക്കാം. 5 വർഷം അദ്ദേഹത്തിന് ടെക്നോളജി അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും 5ാം വർഷം അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിന് 3 ദിവസം മുമ്പ് മാത്രമാണ് അവർക്ക് ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടെന്നും ടെക്നോളജി ഉപയോഗിച്ചൊരു വീഡിയോ ഉണ്ടാക്കണമെന്നെങ്കിലും തോന്നിയത്. ഇത്തരത്തിലൊരു അതുവരെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തൊക്കെ പദ്ധതികളാണ് നിലവിൽ മനസ്സിലുള്ളത് മുന്നോട്ട് വയ്ക്കുന്നത് ഈ നെടുമങ്ങാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട്? പദ്ധതികളെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒരു സബർബൻ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ആ നെടുമങ്ങാട് പ്രദേശത്തിനെ മാറ്റുവാനുള്ള അനന്തമായ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖം കൂടി വരുന്നതോടുകൂടി തിരുവനന്തപുരം നഗരം വളരെയധികം കൺജസ്റ്റഡ് ആവുകയും പുതിയ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നമുക്ക് സാധ്യമാകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ കേരളം നമ്പർ 1 ആണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്പർ 1 കേരളത്തിന്റെ തലസ്ഥാനവും ഭാരതത്തിലെ തന്നെ നമ്പർ 1 സിറ്റി ആയിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരം കഴിഞ്ഞിട്ട് ഇപ്പോൾ മുംബൈയിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർണാടക ബാംഗ്ലൂരേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും സബർബൻ മേഖലകൾ ഉണ്ടാകാറുണ്ട്. തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം സിറ്റിക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ഒരു മേഖല ഇല്ല. ഈവൻ സബർബൻ ട്രെയിൻ സർവീസ് വരെയും ഇത്തരം നഗരങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയോട് ഇത്രയും അധികം അടുത്ത് കിടക്കുന്ന നെടുമങ്ങാട് പോലെ ഒരു പ്രദേശത്ത് നമുക്ക് അത്തരത്തിലുള്ള ഒരു വികസന സാധ്യതകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. സ്വാഭാവികമായി ഉണ്ടാകേണ്ടുന്ന വികസനം ഉണ്ടല്ലോ, അതായത് ഒരു 10-30 വർഷം കൂടുമ്പോൾ 50 വർഷം കൂടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ടുന്ന വികസനം, ആ വികസനത്തിന് അപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടോടുകൂടി ചെയ്യേണ്ടുന്നത്
വരുന്നതോ നഗരം വികസിച്ച് വരുന്ന സമയത്ത് അതിനെ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നോ ഉള്ള തലത്തിലുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള യാതൊരു പ്രവർത്തനവും അവിടെ ഉണ്ടായിട്ടില്ല. ഒരു സാധാരണ MLA മാത്രമാണെങ്കിൽ നമുക്കത് ക്ഷമിക്കാം. പക്ഷേ ഒരു മന്ത്രി കൂടിയായിട്ടുള്ള ഒരാൾ അത്തരത്തിൽ വിഷണറി ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് ആ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കനത്ത നഷ്ടം തന്നെയാണ്. വലിയ വിജയ പ്രതീക്ഷ തന്നെയാണല്ലേ? 100% 200% എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ആ മേഖലകളെ കുറിച്ചിട്ട് നമുക്ക് അത്രയേറെ ആഴത്തിലുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ഒന്നാം ഘട്ടത്തിൽ തന്നെ നെടുമങ്ങാടിനെ അത്രയേറെ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിക്കുകയും അത്യാവശ്യം പ്രായം കുറഞ്ഞ ഒരാളെ അവിടെ ഒരു അംഗത്തട്ടിലേക്ക് ഇറക്കി വിടുന്നത്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.